2008 ഒരു രോഗിയുമായി തുടങ്ങിയ ഒരു ചികിത്സാ പദ്ധതി 1.5 പതിറ്റാണ്ടിലെത്തുമ്പോൾ ലോകത്തിന് തന്നെ മാതൃകയായ ചികിത്സാ കേന്ദ്രമായി മാറുന്നു. കേരള ആരോഗ്യ മാതൃകയുടെ മറ്റൊരു അനുഭവ കഥ. സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പിന്റെ കീഴിലുള്ള മലപ്പുറം വണ്ടൂരിലെ ഗവൺമെന്റ് ഹോമിയോപ്പതിക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററാണ് ഈ മികവുറ്റ മാതൃകാ കേന്ദ്രം. 2008 വളരെ ലളിതമായി തുടങ്ങിയ പദ്ധതി 5 വർഷം കൊണ്ട് ഫലപ്രദമായ ചികിത്സയും പരിചരണവും എന്ന പേരെടുത്ത് ഒരു ആശുപത്രി രൂപത്തിലേക്ക് മാറി. അങ്ങനെ 2013 സെപ്റ്റംബർ 1 10 കിടക്കകളോട് കൂടിയ സർക്കാർ മേഖലയിലെ ആദ്യ ഹോമിയോപ്പതി പെയിൻ ആൻഡ് പാലിയേറ്റീവ് പരിചരണ കേന്ദ്രം യാഥാർത്ഥ്യമായി. ഇന്ത്യയിലെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യ പൊതുമേഖല ഹോമിയോ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്ററായിരുന്നു ഇത്. 2017 ഓഗസ്റ്റ് 26 2 കോടി രൂപ ചിലവിൽ ഇന്ന് കാണുന്ന സ്ഥിരം കെട്ടിടം മികച്ച സംവിധാനങ്ങളോടുകൂടി ചികിത്സയ്ക്കായി തുറന്നു. MLA തനത് ഫണ്ട് ഉപയോഗിച്ചുള്ള വാർഡും തുടർന്ന് യാഥാർത്ഥ്യമായി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സെന്ററിന്റെ ഭരണ നേതൃത്വം ഏറ്റെടുത്തതോടെ ക്യാൻസർ, ട്യൂമർ മാർക്കർ ഉൾപ്പെടെ പരിശോധിക്കാനാവുന്ന അത്യാധുനിക ലബോറട്ടറി പ്രവർത്തന സജ്ജമായി. ലാബ്, ട്രയാജ്, ICU എന്നിങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളെ ബന്ധിപ്പിക്കുന്ന കമ്പ്യൂട്ടറൈസ്ഡ് നെറ്റ്വർക്ക് പ്രവർത്തനങ്ങൾ കൂടുതൽ ലളിതവും വേഗത്തിലുള്ളതുമാക്കുന്നു. ഫിസിയോതെറാപ്പി, കിടപ്പ് രോഗികൾക്കുള്ള ഭക്ഷണം, ആംബുലൻസ്, വീടുകളിലെത്തിയുള്ള സാന്ത്വന പരിചരണം എന്നിങ്ങനെ നീളുന്നു സെന്ററിന്റെ മറ്റ് സൗകര്യങ്ങൾ. വിദൂര സ്ഥലങ്ങളിലുള്ള രോഗികൾക്കായി ആഴ്ചയിൽ 2 ദിവസം ഓൺലൈൻ കൺസൾട്ടിംഗ് ഉണ്ട്. മരുന്നുകൾ തപാൽ വഴി എത്തിച്ചു കൊടുക്കും. പൂർണ്ണമായും ഇത്തരം സൗജന്യ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ചികിത്സ ലഭ്യമാക്കുന്ന വണ്ടൂർ ഗവൺമെന്റ് ഹോമിയോപ്പതിക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്റർ ഇനിയുമേറെ മികച്ച സൗകര്യങ്ങളിലേക്ക് വളരുകയാണ്. ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ വാർഡിൽ ക്യാൻസർ രോഗികൾക്കായുള്ള പ്രത്യേക സജ്ജീകരണങ്ങളോടുകൂടിയ മുറികൾ, ഐസൊലേഷൻ വാർഡ് എന്നിവയുണ്ടാകും. 50 ലക്ഷം രൂപ ചെലവിലുള്ള ലിഫ്റ്റ് സൗകര്യവും ഒപ്പം പൂർത്തിയാകും. നാഷണൽ ആയുഷ് മിഷന്റെ 1 കോടി രൂപ പദ്ധതി ചിലവിലുള്ള വാർഡിൽ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും. നിലവിൽ OP സൗകര്യം, 16 കിടക്കകളുള്ള കിടത്തി ചികിത്സ, സാന്ത്വന പരിചരണം എന്നിങ്ങനെയായി 4 വിഭാഗങ്ങളാണുള്ളത്. മെഡിക്കൽ ഓങ്കോളജി, ഗൈനക്കോളജി ഓങ്കോളജി, പീഡിയാട്രിക് ഓങ്കോളജി, പാലിയേറ്റീവ് ഓങ്കോളജി എന്നിങ്ങനെയാണ് 4 ഡിപ്പാർട്ട്മെന്റുകൾ.